കറി പോലും വേണ്ട, രാവിലെ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇട്ടെടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് യോജിപ്പിച്ചെടുക്കാം. ഒരു മുട്ടയും 1 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ അതേ പരുവത്തിലായി എടുക്കണം. ഇനി 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മറ്റൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു കാരറ്റ് കഷ്ണങ്ങളാക്കിയതും മല്ലിയില, കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നേരത്തെ കുഴച്ചെടുത്ത മാവ് ചപ്പാത്തി വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കാം. അതിനുള്ളിലായിട്ട് നമുക്ക് മുട്ടൻ്റെ കൂട്ട് നമുക്ക് പരത്തി വെച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 2 ഭാഗത്തും തിരിച്ചും മറിച്ചിട്ടൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ടൊമാറ്റോ സോസിൽ വേണമെങ്കിലും മുക്കി കഴിക്കാം.